മുസ്ലിം പുരുഷൻ്റെ രണ്ടാം വിഭാഗം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആദ്യ ഭാര്യയുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമേ രജിസ്റ്റർ ചെയ്യാവൂന്ന് കേരള ഹൈക്കോടതിയുടെ ഉത്തരവ്. കാരണം മുസ്ലിം പുരുഷൻ്റെ ആദ്യ ബന്ധം നിലനിൽക്കെ അദ്ദേഹം രണ്ടാം വിവാഹം ചെയ്താൽ അത് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമേ രജിസ്റ്റർ ചെയ്യാവുള്ളൂ. അവർ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്നുമാണ് കോടതി പറഞ്ഞത്. ഇതിന് കാരണം ഇതിന് തർക്കം ഭാര്യ ഉന്നയിച്ചാൽ ഇവർക്ക് സിവിൽ കോടതിയെ സമീപിച്ചിട്ട് സിവിൽ കോടതിയുടെ തീരുമാനം പ്രകാരം സിവിൽ കോടതിയുടെ തീർപ്പിന് ശേഷമേ അതിൻ്റെ നടപടി സ്വീകരിക്കാവൂ എന്നാണ് പറഞ്ഞത്. എന്നാൽ കോടതിയിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങിയതിന് ശേഷമാണെങ്കിൽ ഇത് ബാധകമല്ല, അവർക്കിത് ബാധകമല്ല, അവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഇത് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ്റെ ഉത്തരവാണ്. അദ്ദേഹം പറയുന്നത് മുസ്ലിം വ്യക്തി നിയമപ്രകാരം മുസ്ലിം പുരുഷന് രണ്ടാമത് വിവാഹം കഴിക്കാം. ചില കാരണങ്ങളാൽ രണ്ടാമത് വിവാഹം കഴിക്കാൻ മുസ്ലിം വ്യക്തി നിയമത്തിൽ പറയുന്നുണ്ട്. എന്നാൽ മുസ്ലിം വ്യക്തി നിയമത്തിൽ രണ്ടാമത് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞാൽ ഇത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത് ആദ്യത്തെ ഭാര്യയുടെ അവകാശം കൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ അത് സിവിൽ കോടതിയിൽ പോകണം. ഇത് തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ, കാസർഗോഡ് തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ദമ്പതികൾക്ക് രജിസ്ട്രേഷൻ നൽകി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആണ് ഇവർ കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പോൾ ആണ് കേരള ഹൈക്കോടതിയുടെ ഈ ഒരു നിർദ്ദേശം വന്നത്. കാരണം ഇങ്ങനെ ഒരു ആദ്യ ബന്ധം നിലനിൽക്കെ രണ്ടാം വിവാഹം കഴിച്ച് രജിസ്റ്റർ ചെയ്യുന്നു എന്നാൽ അത് ആദ്യ ഭാര്യയ്ക്ക് നോട്ടീസ് അയക്കുകയും നോട്ടീസ് അയച്ചിട്ട് അവരുടെ അഭിപ്രായം വാങ്ങിക്കുകയും ചെയ്യണം. അവരെതിർത്താൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പാടില്ല. കോടതി പറയുന്നത് മതപരമായ ഇതിട്ട് രണ്ടാം വിവാഹം പുരുഷന് രണ്ടാം വിവാഹം കഴിക്കുന്നതിന് അവർക്ക് മതപരമായിട്ടും തെറ്റില്ല, നിയമപരമായിട്ടും തെറ്റില്ല. പക്ഷേ ആദ്യ ഭാര്യയുടെ അവകാശങ്ങൾ അത് ഇവിടുത്തെ മതമല്ല, ഇത് ഇവിടുത്തെ ഭരണഘടനാപരമായ നിയമമാണ് നിലനിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മതം പറയുന്നതല്ല, ഭരണഘടനാപരമായ നിയമം ആണ് ഇവിടെ പ്രാബല്യത്തിൽ വരേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യ ഭാര്യയുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമേ രജിസ്റ്റർ ചെയ്യാവൂ എന്ന് കോടതി കർശന നിർദ്ദേശം ചെയ്തു. എന്നാൽ ഇത് മുസ്ലിം വ്യക്തി നിയമപ്രകാരം രണ്ടാമത് വിവാഹം ചെയ്യാം. എന്നാൽ ഹിന്ദു നിയമപ്രകാരം രണ്ടാമത് വിവാഹം ചെയ്താൽ അത് ക്രിമിനൽ കുറ്റമാകും. അതേസമയം മുസ്ലിം വ്യക്തി നിയമപ്രകാരം രണ്ടാമത് വിവാഹം ചെയ്താൽ ക്രിമിനൽ കുറ്റമാകത്തില്ല. കാരണം മുസ്ലിം വ്യക്തി നിയമത്തിൽ ഖുർആനിൽ പറയുന്നതുകൊണ്ട് അവർക്കത് ബാധകമല്ല. എന്നാൽ ഹിന്ദുക്കളാണ് ആദ്യ ബന്ധം നിലനിൽക്കെ രണ്ടാം വിവാഹം ചെയ്താൽ അത് ക്രിമിനൽ കുറ്റമാവും, ക്രിമിനൽ കേസെടുക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു.